ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ അല്ലേ. ഇൻട്രാഡേയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ടാക്സ് പേ ചെയ്യുന്നത്, എത്രയൊക്കെ ശതമാനം ടാക്സ് വരും എന്നുള്ള കാര്യമൊന്നും നമ്മളിൽ പലർക്കും അറിയില്ല. ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടാക്സ് പേ ചെയ്യാനും പറ്റും. അതിനുള്ള ഒരു വെബ്സൈറ്റ് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടാക്സിനെ നമുക്ക് പൊതുവായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഈ രണ്ടെണ്ണത്തിൽ വേറെ സബ് കാറ്റഗറീസും വരുന്നുണ്ട്. ഒന്നാമത്തേത് ഡയറക്റ്റ് ടാക്സും രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ് STT ചാർജ്, അതായത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇത് നമ്മൾ ഷെയർ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും വരുന്ന ഒരു ടാക്സാണ്. ഡയറക്റ്റായിട്ട് തന്നെ വരുന്ന ടാക്സാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആ ടാക്സ് കൊടുക്കുന്നു, വിൽക്കുമ്പോഴും ആ ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഈ ടാക്സ് നിങ്ങൾ നിങ്ങളുടെ ഇൻവോയ്സിൽ കണ്ടിട്ടുണ്ടാവും. ഈ ടാക്സ് ഡെലിവറിക്ക് വരുന്നത് 0.1% ആണ്. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാങ്ങിയ ഷെയർ ഇന്ന് വിറ്റില്ല എങ്കിൽ ആ ഷെയർ ഡെലിവറി ആയിട്ട് കണക്കാക്കും. അത് നാളെയോ വർഷങ്ങൾ കഴിഞ്ഞോ നിങ്ങൾക്ക് വിൽക്കാം. ഇതിനെ ഇക്വിറ്റി ഡെലിവറി ട്രേഡ് എന്നാണ് പറയുക. ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കുന്നതിന് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയും. ഇക്വിറ്റി ഡെലിവറി ട്രേഡിൽ ടാക്സ് വരുന്നത് 0.1% ആണ്. അത് വാങ്ങുമ്പോഴും കൊടുക്കണം, വിൽക്കുമ്പോഴും കൊടുക്കണം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ്, അതായത് ഒരു ഷെയർ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രാൻസാക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുക. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ STT ചാർജ് വരുന്നത് 0.025% ആണ്. ഇത് വിൽക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി, വാങ്ങുമ്പോൾ ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ 0.01% ആണ് STT ചാർജ്. ഇത് സെല്ല് ചെയ്യുമ്പോൾ മാത്രം കൊടുത്താൽ മതി. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഇൻകമാണ് നമുക്കുള്ളത്. ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, LTCG എന്ന് പറയും. രണ്ടാമത്തെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, STCG എന്ന് പറയും. മൂന്നാമത്തേത് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം. നാലാമത്തേത് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10% വരുന്നത്. ഇനി നോൺ ലിസ്റ്റഡ് സ്റ്റോക്സ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാത്ത സ്റ്റോക്കുകൾ, ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയൊക്കെ സ്റ്റോക്കുകൾ ആ ഗണത്തിൽ വരുന്നതാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 1 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഒന്നുമില്ല. അതായത് നമുക്ക് ലാഭം കിട്ടിയത് 1 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പേ ചെയ്യേണ്ട എന്നാണ്. 1 ലക്ഷത്തിന് മുകളിൽ എത്ര കിട്ടുന്നോ ആ കൂടുതൽ കിട്ടിയ തുകയ്ക്ക് മാത്രം ഈ ടാക്സ് അടച്ചാൽ മതിയാകും. അതായത് ഒരു ഷെയർ വാങ്ങി 1 വർഷം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വിറ്റാൽ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പേയബിൾ ആണ്. ഇത് ഒരു ഇൻഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത്. നമ്മൾ ഡയറക്റ്റ് ടാക്സ് കണ്ടു കഴിഞ്ഞു. STT ഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിലാണ് ബാക്കി ഈ പറഞ്ഞ 4 ടാക്സുകളും വരുന്നത്. അതുപോലെ അടുത്തത് STCG എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് ഒരു ഷെയർ മേടിച്ച് 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വിറ്റാലും നമ്മൾ പേ ചെയ്യേണ്ട ടാക്സാണ് STCG. ഇൻഡയറക്റ്റ് ടാക്സിലാണ് ഇത് വരുന്നത്. ഈ ടാക്സ് 15%. അതായത് നമുക്ക് ലാഭം വളരെ കുറച്ചാ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകമാണ്. ഈ ടാക്സ് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രാഡേ ചെയ്യുമ്പോഴാണ്. ഇൻട്രാഡേയും കറൻസി ട്രേഡിങ്ങും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിൻ, ആ ഗെയിന് കൊടുക്കുന്ന ടാക്സ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എന്ന കാറ്റഗറിയിൽ വരുന്നു. ഇത് പല സ്ലാബ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ലാബ് 1 എന്ന് പറയുന്നത് 2,50,000 മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടാക്സ് പേ ചെയ്യേണ്ടതുള്ളൂ. അതായത് 2,50,000 രൂപ പ്രോഫിറ്റ് നമുക്ക് ഏത് രീതിയിൽ ഇൻകം ആയാലും കുഴപ്പമില്ല, ഇൻട്രാഡേ ചെയ്തോ അല്ലെങ്കിൽ കറൻസി ട്രേഡിങ് ചെയ്തോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ റെൻ്റൽ ഇൻകം, അങ്ങനെ പല വിധത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം 2,50,000 മുകളിൽ ആണെങ്കിൽ മാത്രമേ ഈ ടാക്സ് പേ ചെയ്യേണ്ടതുള്ളൂ. സ്ലാബ് 2 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2,50,001 രൂപ മുതൽ 5 ലക്ഷം വരെ പേ ചെയ്യേണ്ട ടാക്സ് 5%. അതായത് 2,50,000 മുകളിലുള്ള പൈസയുടെ ഇൻകത്തിൻ്റെ 5% പേ ചെയ്യേണ്ടത്. അതിൻ്റെ
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കൂടെ പേ ചെയ്യണം. അതുപോലെ തന്നെ സ്ലാബ് 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 5,01,000 മുതൽ 10 ലക്ഷം വരെ ഉള്ള രൂപയ്ക്ക് ആണ് പേ ചെയ്യേണ്ടത്. 12,500 പ്ലസ് 20% ഓഫ് ടോട്ടൽ ഇൻകം എക്സീഡിങ് 5 lakh. അതായത് 12,500 ഫസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ക്യാഷിൻ്റെ 20%, അതായത് ഈ ക്യാഷ് പ്രോഫിറ്റാണ്, ഈ പ്രോഫിറ്റിൻ്റെ 20% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രോഫിറ്റ് നമ്മൾ ട്രേഡിംഗ് സെക്ഷനിൽ എടുക്കുമ്പോഴാണ് പ്രോഫിറ്റ് എന്ന് പറയുക. അല്ലാത്തത് നമുക്ക് ഇൻകം, സാലറി, അങ്ങനെ നമുക്ക് മറ്റ് ഇൻകങ്ങളുമായിട്ട് ഇത് കണക്ക് കൂട്ടാം. ഓക്കെ, ഇപ്പം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലാബ് 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 ലക്ഷത്തിന് മുകളിലാണ് കൊടുക്കേണ്ട തുക. 1,12,500 കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 30%, 10 ലക്ഷത്തിന് മുകളിൽ ഉള്ള തുകയുടെ 30% പേ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു 4% സെസ് ചാർജ് കൂടി പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, വിശദമായിട്ട് അത് നോക്കുക. ആ സൈറ്റ് നോക്കിയ എല്ലാ സംശയങ്ങളും അതിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഏജ് ബേസ്ഡ് ടാക്സ് വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ചാർട്ട് ഇവിടെ കൊടുക്കാം, അതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. 60 വയസ്സിന് താഴെയുള്ളവർ സാധാരണ കാറ്റഗറിയിലാണ് പെടുന്നത്. അവർക്ക് ഈ പറഞ്ഞ ടാക്സുകൾ ഇതേപോലെ തന്നെ ബാധകമാണ്. 60 വയസ്സിനും 80 വയസ്സിനും ഇടയ്ക്കുള്ളവർ സീനിയർ സിറ്റിസൺ എന്ന കാറ്റഗറിയിൽ പെടുന്നു. അവർക്ക് ടാക്സ് കുറവാണ്. 80 വയസ്സിന് മുകളിലുള്ളവർ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന കാറ്റഗറിയിൽ പെടുന്നു. അവർക്ക് ടാക്സ് വളരെ കുറവാണ്. ഈ ലിസ്റ്റുകളൊക്കെ നോക്കി മനസ്സിലാക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ടാക്സിലാണ് പെടുന്നത്. ഈ ടാക്സ് നമ്മുടെ മുകളിൽ പറഞ്ഞ ടാക്സ് സ്ലാബ് അനുസരിച്ച് ആണ് പേ ചെയ്യേണ്ടത്. അതായത് ബിസിനസ് ഇൻകം ഉള്ള എല്ലാ ഇൻഡിവിജ്വൽസും ITR 4 ഇൻകം ടാക്സ് റിട്ടേൺ 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതായത് F&O ട്രേഡർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അല്ല അടയ്ക്കേണ്ടത്. പകരം നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ BTST ട്രേഡ് ചെയ്യുന്നവരും ഇക്വിറ്റി ട്രേഡ് ചെയ്യുന്ന സെയിം കൺസെപ്റ്റിൽ തന്നെ പോകാവുന്നതാണ്. BTST മേടിച്ച് ഇന്ന് തന്നെ വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻട്രാഡേ ആയിട്ട് കണക്കാക്കും. അല്ല എങ്കിൽ 3-4 ദിവസമോ ഒക്കെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാകും BTST മേടിച്ചിട്ട്. അത് സാധാരണ ഇക്വിറ്റി ഡെലിവറി എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു ബേസിൽ ടാക്സ് പേ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഒരു ട്രേഡിംഗ് മെത്തേഡ് നോക്കിയിട്ടാണ് പേ ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് ഇക്വിറ്റി പ്ലേ ചെയ്യുന്നവർക്ക് ബിസിനസ് ഇൻകം ടാക്സിൽ കൂടി അത് ഫയൽ ചെയ്യാവുന്നതാണ്. വളരെ ചെറിയ രീതിയിലാണ് BTST കളിക്കുന്നത്. അല്ല, കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രം ഒരു വർഷം നടത്തിയിട്ടുള്ളെങ്കിൽ ആസ് നോർമൽ അത് ഇൻട്രാഡേ ബേസിലോ അല്ലെങ്കിൽ ഇക്വിറ്റി ഡെലിവറി ബേസിലോ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് അത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ മോഡിൽ ഏതെങ്കിലും ടാക്സ് വിഭാഗത്തിൽ BTST കൂടി നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാനൊരു ടാക്സ് കൺസൾട്ടൻ്റ് അല്ല. ആ വിഷയമല്ല ഞാൻ പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യാൻ ഏകദേശം ഒരു 2 ദിവസത്തോളം താമസം ഉണ്ടാവുകയുണ്ടായി, ഡേറ്റകളൊക്കെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ടാക്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ cleartax.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് റിട്ടേണും ഫയൽ ചെയ്യാം. അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഫീ കൊടുത്ത് നമുക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ വലിയ തലവേദനയൊന്നുമില്ല, സുഖമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഇൻകം ഒക്കെ ഉള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതിന് കാരണം നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ വർഷം ലോസാണെന്ന് വിചാരിക്കുക, ട്രേഡ് ചെയ്തു അതിന് അല്ലെങ്കിൽ ട്രേഡ് ചെയ്തു സേവ് ചെയ്തു, ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലോസായിരുന്നു, നല്ലൊരു ഹ്യൂജ് ലോസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ലോസ് നമുക്ക് സംഭവിക്കാം.
ഒരു വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലോസായി, അതുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഈ വർഷം നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടി, നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ട്രേഡ് ചെയ്തു, അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടി. അപ്പം തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ നോട്ടീസോ കാര്യങ്ങളൊക്കെ വരും. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോസ് ഇതിൽ കുറയ്ക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോസ് ഈ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ട് അതിന് താഴെയുള്ള ക്യാഷിന് മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ഒരു സ്ലാബിന് താഴെയാണ് വരുന്നത് എങ്കിൽ നമുക്കിപ്പോൾ പല ഇതുണ്ടല്ലോ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ, ഇതിനൊക്കെ ഷോർട്ടിനില്ല, ഓക്കെ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനൊക്കെ നമുക്ക് കുറച്ച് 1,00,000 രൂപ പ്രോഫിറ്റിനൊന്നും നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലോസ് നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട തന്നെ കാര്യമില്ല. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം, എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമാണ് ഞാൻ ഈ പറഞ്ഞത്. ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് നമുക്ക് പിന്നെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിനും ഓരോ കാലയളവുകളുണ്ട്, 7 വർഷം, 4 വർഷം, അങ്ങനെ കാലയളവുകളുണ്ട്. കുറേ കൂട്ടുകാർ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജെറിൻ സാറ് കുറച്ച് കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതുപോലുള്ള കമ്പനികളുണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ജെറിൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അടുത്ത 2-3 വീഡിയോസ് ജെറിൻ സാറ് സെലക്ട് ചെയ്ത കമ്പനികളുടെ അനാലിസിസ് ആണ്. ഓക്കെ, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പലരും പല കമ്പനികളും അനാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടായിരുന്നു. സമയക്കുറവ് കൊണ്ടാണ്. തീർച്ചയായിട്ടും ആ സമയം കിട്ടുവാണെങ്കിൽ ഞാനതൊക്കെ ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന വീഡിയോകളാണ് ഞാൻ ആദ്യം പ്രിയോറിറ്റി കൊടുക്കുന്നത്. എന്ന് വെച്ച് മറ്റുള്ളവർ പറയുന്ന കമ്പനികൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ഒരു ദിവസത്തെ മെനക്കേടുണ്ട്. പിന്നെ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പോലും ഞാൻ തന്ന റിപ്ലൈക്ക് നിങ്ങൾ വീണ്ടും കമൻ്റ് ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരാറില്ല. സിസ്റ്റത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണാറില്ല. പുതിയ കമൻറ്റുകളെല്ലാം വരും, അതിന് റിപ്ലൈ കൊടുക്കും. പക്ഷേ ഞാൻ റിപ്ലൈ തന്ന കമൻറ്റിന് നിങ്ങൾ തരുന്ന മറുപടി ചിലപ്പോൾ വേറെ ഒരു സംശയമായിരിക്കും അത് ചോദിക്കുന്നത്. പക്ഷേ അതൊന്നും നോട്ടിഫിക്കേഷനായിട്ട് വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻസ് വിട്ടുപോയിട്ടുണ്ട്. ചിലവർ താങ്ക്സ് പറഞ്ഞാണ് അയക്കുന്നത്, ചിലവർ വേറെ സംശയം ചോദിച്ചിട്ടാണ് അതിന് മറുപടിയായിട്ട് അയക്കുന്നത്. ഓക്കെ, അത് എനിക്കിപ്പോഴാണ് അത് മനസ്സിലായത് അങ്ങനെ വിട്ടുപോകുന്നുണ്ടെന്നുള്ളത്. ദയവായിട്ട് ക്ഷമിക്കുക.